ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസ്കഷൻ അല്ല, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സീനിയർ കെയറർ വിസ ഏജൻസ് ഇല്ലാതെ എങ്ങനെ നിങ്ങൾക്കെല്ലാം സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് യു കെയിലേക്ക് വരാം. ഫസ്റ്റ് തിങ്. സെക്കൻഡ്, ഇതിന് വേണ്ടിയ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ ചേർത്ത് കൂട്ടി ഒരു ആൻസർ പറയാനാണ് ഞാനിവിടെ ശ്രമിച്ചത്. അപ്പോൾ നാളെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ല എന്തൊക്കെയാണ് എങ്ങനെയാണ്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എന്താണ് എലിജിബിലിറ്റി, സാലറി എന്താണ്, എക്സ്പെൻസ് എന്താണ്, എംപ്ലോയറിനെ എങ്ങനെ കണ്ടുപിടിക്കും, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടി മറുപടിയായിട്ട്, കാരണം ഒരുപാട് യൂട്യൂബ് വീഡിയോസ് വരുന്നുണ്ട്, അതിൽ ഓരോ ഭാഗങ്ങളാണ് കവർ ചെയ്തതായിട്ട് എനിക്കിങ്ങനെ ഓരോരുത്തർ പറയുന്നു. അപ്പം മൊത്തം ആസ് എ ലൈക്ക് നഴ്സിംഗ് ഈ പറയുന്ന പോലെ ആസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് ഫുൾ കവറേജ് ചെയ്യാം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം. So we don't trust if the news is fake or is true. So here I try to show you so that you can trust if the news is correct or the information is passed is right. That's the third thing. And the fourth thing, I just tried to demonstrate, or I didn't do anything different here. പുതുതായിട്ടൊന്നും ചെയ്യാൻ നോക്കിയിട്ടില്ല. നിങ്ങളെ gov.uk ഗവൺമെൻറ് ഓഫ് യു കെയുടെ സ്വന്തം ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുവാണ്. ഇതെല്ലാവർക്കും അറിയാം, പക്ഷേ പലപ്പോഴും നമ്മൾ നോക്കാറില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, യു കെയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ഏതൊക്കെ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിലും ഒരു ചെറിയൊരു റിക്വസ്റ്റാണ്. Rather than just keep watching the videos, I mean, I'm not saying don't watch the videos, it gives you an idea, but then before you make a decision to come here, ഒരിക്കലും ജസ്റ്റ് കുറച്ച് യൂട്യൂബ് വീഡിയോ കണ്ടതിൻ്റെ പേരിൽ യു കെയിലേക്ക് വരാനുള്ള ഒരു ഡിസിഷൻ എടുക്കല് എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. കാരണം നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് വിസ അപ്ലൈ ചെയ്യാം, സ്വന്തമായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ജോലി തപ്പിയെടുക്കാം, ഈ ഹോൾ പ്രോസസ്സ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒഫീഷ്യൽ വേയിൽ കാണിച്ചു തരാനാണ് വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാനിവിടെ പറയാൻ മാത്രമല്ല, ഇവിടെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം വെബ്സൈറ്റിൽ നമ്മൾ രണ്ടുപേരും നമ്മളെല്ലാവരും കാണുന്നവരെല്ലാവരും കൂടെ വന്ന് gov.uk വെബ്സൈറ്റിൽ പോയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങൾ എങ്ങനെ സെർച്ച് ചെയ്യാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം വെബ്സൈറ്റ് ഉണ്ട്, പക്ഷേ അതിൽ നമുക്ക് പോയി പലപ്പോഴും ഇൻഫർമേഷൻ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെ പോയി കണ്ടുപിടിക്കണം, അപ്പോൾ ഈ വിസ എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ എംപ്ലോയറിനെ കണ്ടുപിടിക്കണം, എത്ര സാലറി കിട്ടും, എത്ര നാൾ വർക്ക് ചെയ്യാം, ലൈസൻസ് പോയാൽ എന്ത് പ്രശ്നം വരും, ലൈസൻസ് ഉള്ള എ ഗ്രേഡ് ഉള്ള എംപ്ലോയറിനെ കണ്ടുപിടിക്കുക എങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻസ് നമുക്ക് ഓൾറെഡി ഉണ്ട്, ഒരുപാട് പേർക്ക് അറിയാം. അറിയാത്തവർക്ക് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം, പക്ഷേ അത് വിശ്വസ്തമായ ഒരു സോഴ്സിൽ നിന്ന് വരണം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പം വീഡിയോസ് മാത്രം നോക്കി നിങ്ങളെടുക്കാതെ നമുക്ക് നേരെ വെബ്സൈറ്റിലേക്ക് പോകാം. അപ്പം നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പം ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നു, മറുപടി നിങ്ങൾ തരുന്നു. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്തോട്ടെ. നിങ്ങൾ യു കെയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പറ്റിയതാണോ ഈ വിസ അല്ലയോ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് അതും കൂടെ ഒന്ന് കാണുകയാണ്. പിന്നെ അതുകൂടാതെ യൂട്യൂബ് വീഡിയോസ് മാത്രം കണ്ടുകൊണ്ടൊരു ഡിസിഷൻ എടുക്കാതെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ukv.gov.in വെബ്സൈറ്റ്, ഈ ഗവൺമെൻറ് ഓഫ് യു കെയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഇത് കാര്യങ്ങൾ എല്ലാം കണ്ട് മനസ്സിലാക്കി അതിൻ്റെ മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ. കാരണം നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നാളെ തെറ്റോ ശരിയോ എന്നുള്ളതല്ല, അത് ഓരോരുത്തരുടെ സർക്കംസ്റ്റാൻസസ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളൊരു വിസ ആണോ, ഇതുകൊണ്ട് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ വിസ അപ്ലൈ ചെയ്യാൻ. അതിൽ നമുക്ക് പ്രോപ്പർ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു കറക്റ്റ് വിഷൻ കിട്ടും, ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും, അത് ലൈഫിലായാലും വിസയുടെ കാര്യത്തിലായാലും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Published on 4th of the March in the UK's official immigration department's website, www.gov.uk website. So it says rule changes to make it easier to recruit health and care services. So you can just read. This is the first time when they announced that they added senior carer visa, which is here. And nursing assistant among roles has been added to shortage occupancy list. So this is the news which brought a bit joy to the people across the globe who were aiming or dreaming to come to UK and then could not come due to barriers like qualifications or the English language proficiency. So this is the one good chance, a golden opportunity if you used it.
യു കെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ തന്നെ വന്ന ഈ ഒരു ന്യൂസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്താം. സോ ജസ്റ്റ് ഇഫ് യു വാണ ഫോക്കസ് ഹിയർ ഇസ് ദ 4th March 2021. The website is gov.uk. So rules change to make it easier to recruit health and care staff. Role added to shortage occupancy list. ഇത് ഇവിടെ വന്നൊരു 4th March വന്ന പബ്ലിഷായ ഒരു ന്യൂസാണ്. ഇതിൽ ഷോർട്ടേജ് ഒക്യുപ്പൻസി ലിസ്റ്റ് ഇവിടെ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. സോ ഹിയർ ഇറ്റ്സ് എ ഫാർമസിസ്റ്റ്, ലബോറട്ടറിസ്റ്റ്, സീനിയർ കെയർ വർക്കർ ആൻഡ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ്. ഇതാണ് നമുക്ക് നോക്കുന്നത് നമ്മൾ വിസ. ഹെൽത്ത് കെയർ സർവീസ് ആൻഡ് മാനേജേഴ്സ്. ഇങ്ങനെ ഒരു ലോങ് ന്യൂസാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, വേണമെങ്കിൽ. അല്ലെങ്കിൽ ഇവിടെ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് നോക്കി വായിച്ചെടുക്കാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു the website. This is the website, but let me show you how we open the site. So you go to www.gov.uk. It's already there in my computer. So this is the website. So this is the home page. This is how it looks like. So I urge all of you guys, ആരൊക്കെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുന്നോ, ഈ വെബ്സൈറ്റിൽ ഒരു 10-15 minutes പ്ലീസ് ഒന്ന് സ്പെൻഡ് ചെയ്തൊന്ന് നോക്കുക. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് സ്പെൻഡ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാകുന്ന കാര്യങ്ങളെങ്കിലും നിങ്ങൾ വായിച്ചെടുക്കാൻ നോക്കുക. അത് നിങ്ങൾക്ക് ഫെമിലിയർ ആക്കാൻ വേണ്ടി, നിങ്ങളെ ഇതിനോട് ഒരു ഇൻട്രോ തരാൻ വേണ്ടിയിട്ടാണ് ഈ മെയിനായിട്ട് ഈ വീഡിയോ ഉദ്ദേശിച്ചത്. കാരണം ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അറിയത്തില്ല എന്ത് എവിടെ കിടക്കുന്നതെന്ന്. അപ്പം അങ്ങനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് I just thought I will introduce how to search things. The same questions answered here properly. So let's go to visa and immigration. That's what we are looking for. So you got a long category here. So a lot of visas. നിങ്ങൾക്ക് കാണാം what do you need. So അതിലൊന്നും പോകുന്നില്ല. സ്റ്റഡി ഇൻ UK അതുണ്ട്, അത് വേണ്ട. വർക്ക് ഇൻ ദ UK. ഇവിടെ നമുക്ക് ഒരുപാട് വിസ കാറ്റഗറി വരും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് അപ്പോൾ ഇവിടെ സ്കിൽഡ് വർക്കർ വിസയുണ്ട്. നമ്മുടെ സ്കിൽഡ് വർക്കർ വിസയുടെ അണ്ടറിലാണ് ഹെൽത്ത് കെയർ വർക്കർ വിസ വരുന്നത്. ബട്ട് ഇറ്റ്സ് ഫൈൻ, വിൽ ഗോ ടു ദ ഡയറക്ട്ലി ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസ. അതാണ് നമ്മുടെ വിസ. ഇപ്പം നമുക്ക് ഡൗട്ട്സ് വരുന്നത് അതിൽ ഈ ഓവർവ്യൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, കണ്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ആണ് തിരിച്ചും മറിച്ച് നമ്മളെല്ലാം ചോദിക്കുന്നതും മറ്റുള്ള യൂട്യൂബ് വീഡിയോയിലും കുറച്ചൊക്കെ കൊടുക്കാൻ പറ്റിയ ഇൻഫർമേഷനും. അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ഇല്ലാതെ ഇരിക്കുമല്ലോ, അതല്ലേ നല്ലത്. പിന്നെ ദ സെക്കൻഡ് തിങ് ഈസ് ക്രെഡിബിലിറ്റി ഓഫ് ദ ന്യൂസ്. ഓൺലൈൻ വരുന്ന ന്യൂസ് ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈവൻ വി കാൺ ട്രസ്റ്റ് ഓൾ ദ ഏജൻറ്റ്സ്, എംപ്ലോയേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നേരെ വെബ്സൈറ്റിൽ പോകും. അപ്പോൾ ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. സോ ഓവർവ്യൂ. ദ ഹെൽത്ത് ആൻഡ് കെയർ വർക്കിംഗ് വിസ അലൗസ് മെഡിക്കൽ പ്രൊഫഷണൽ NHS എലിജിബിൾ ഫോർ ജോബ് ഇൻ NHS ആൻഡ് NHS അപ്ലൈ അഡൽട്ട് സോഷ്യൽ കെയർ. അത് കുഴപ്പമില്ല, അത് അവിടെ നിൽക്കട്ടെ. അപ്പം ഇതിൽ നമ്മൾ എലിജിബിലിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഹെൽത്ത് കെയർ വർക്കർ വിസാസ് ഇപ്പം നമുക്ക് നഴ്സിംഗ് ഹോംസ് ആണ് സ്പോൺസർ ചെയ്യുന്നത്. NHSൽ ഇപ്പം ആയിട്ടില്ല. അപ്പോൾ എലിജിബിലിറ്റി ആണ് ഈ പറയുന്നത്. ടു ക്വാളിഫൈ ഹെൽത്ത് കെയർ വിസ യു മസ്റ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ നേഴ്സ് ആയിരിക്കണം, ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഓർ അഡൽട്ട് സോഷ്യൽ കെയർ പ്രൊഫഷണൽ ആയിരിക്കണം. അപ്പോൾ ഈ അഡൽട്ട് കെയർ സോഷ്യൽ പ്രൊഫഷണൽ കെയറിങ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. വർക്ക് ആൻഡ് എലിജിബിൾ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ. ജോബിൽ നിങ്ങൾക്ക് ഒരു എലിജിബിലിറ്റി എന്ന് വെച്ചാൽ കെയർ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ UK എംപ്ലോയർ ആയിരിക്കണം, ഹോം ഓഫീസിൽ നിന്ന് അപ്രൂവ് ചെയ്ത. ഈ ഒരു പോയിന്റാണ് നമ്മൾ എല്ലായിടത്തും കേൾക്കുന്ന ലൈസൻസ് ഉള്ള എംപ്ലോയറെ നോക്കണം. അപ്പോൾ അതാണ് ഒരു പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന സ്പോൺസർഷിപ്പ് അല്ലെ ഇത് തരുന്ന, നിങ്ങൾ ജോബ് എടുക്കുന്ന ആൾ UK എംപ്ലോയർ ഹാസ് ബീൻ അപ്രൂവ്ഡ് ബൈ ദ ഹോം ഓഫീസ്. അതാണ് ഇവിടെ പറയുന്നത്, ഇത്ര നാൾ നിങ്ങൾ കേൾക്കുന്നത്. ദെൻ ഹാവ് എ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ഫ്രം യുവർ എംപ്ലോയർ. അത് ഒരു റിക്വയർമെൻ്റ് ആണ്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ ബി പെയ്ഡ് എ മിനിമം സാലറി. ഹൗ മച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് വർക്ക് യു ഡു. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, നമുക്കിവിടെ യെസ് ഓർ നോ അല്ലെ ഒരു തുക പറഞ്ഞ് ഇവിടെ പറയാൻ പറ്റത്തില്ല. യു വിൽ ബി പെയ്ഡ് എ മിനിമം സാലറി. UK ഗവൺമെൻറ്റിൽ കിട്ടുന്ന മിനിമം സാലറി. അപ്പോൾ ഇപ്പം അഗെയിൻ റീസൺ ടു ഡീൻ ഡിഫറെൻ്റ്. എനിക്ക് തോന്നുന്നു 8.75 ആണ് ഇപ്പം ലണ്ടൻ ഏരിയയിൽ. അത് ഔട്ടറിലും വ്യത്യാസം കാണും, ചെറുതൊരു വ്യത്യാസം കാണും. ബട്ട് ദെൻ ദാറ്റ്സ് ദ മിനിമം സാലറി. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് യു ഗോണ ഗെറ്റ് ദാറ്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഇൻ്റർവ്യൂ ആൻഡ് ദ ബാർഗെയിനിങ് വിത്ത് യുവർ എംപ്ലോയർ. നിങ്ങൾക്ക് നഴ്സിംഗ് ഹോം വരുന്ന വിസയിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് അതിന് മേളിലേക്ക് പോകും, താഴേക്ക് വരത്തില്ല. അപ്പം മേ ബി 9 pound, 10 pound, 11 pound, 12, I don't know, it depends how posh home you are getting. അപ്പം നെക്സ്റ്റ് പറയുന്ന ചെക്ക് ഇഫ് യു ആർ എലിജിബിൾ, യുവർ ജോബ് ഈസ് എലിജിബിൾ. അപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലി എലിജിബിൾ ആണോ അല്ലേ ഇല്ലയെന്ന് നോക്കാം. അതിൻ്റെ എലിജിബിലിറ്റി പറയുമ്പോഴത്തേക്കിന് ഇവിടെ ഒക്യുപ്പേഷൻ കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ കോഡ് നമുക്ക് ആവശ്യമുണ്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ബിഫോർ യു ഫൈൻഡ് യുവർ ജോബ് ഈസ് എലിജിബിൾ യു നീഡ് ദിസ് 4-digit occupation code.
അപ്പം നമ്മളിവിടെ ലിസ്റ്റ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ട്. ഇതാണ് ഷോർട്ടേജ് ഒക്യുപ്പൻസി ലിസ്റ്റിലുള്ള ആൾക്കാരുടെ പ്രൊഫഷൻ്റെ ലിസ്റ്റ്. ഇതിൽ നേഴ്സ് ഇവിടാണ് കിടക്കുന്നത്. അതാണ് മിക്ക പിള്ളേരും ഇപ്പം നോക്കുന്നത്. 2231 അതാണ് നേഴ്സീസിൻ്റെ കോഡ്. ബാക്കി ഫാർമസിസ്റ്റും പോഡിയാട്രിയും ഫിസിയോസും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ ആർക്കൊക്കെ ആവശ്യമുണ്ടോ അത് വെച്ച് നോക്കിക്കോ. അതിനെപ്പറ്റി വേറൊരു വീഡിയോ ഞാൻ പിന്നെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ചെയ്യാം. നഴ്സിംഗ് ഓക്സിലറി ആൻഡ് അസിസ്റ്റൻറ്റ് വിച്ച് ഇസ് ANM, ഡെൻറ്റൽ നഴ്സസ് ആൻഡ് basically I think it's like a hot cake. Senior care workers which is 6146. ഇത് നോട്ട് ചെയ്ത് വെക്കണേ. നമുക്കിവിടെ തിരിച്ചു വരാം. ഇതിൻ്റെ ഒരു ആവശ്യമുണ്ട്, ഞാൻ പറയാം. നമ്മൾ വിസ അപ്ലൈ ചെയ്യുമ്പം ഈ നമ്പർ അവിടെ ചോദിക്കും. ഇതിൻ്റെ വേറെ കുറേ ഡീറ്റെയിൽസ് താഴെട്ടുണ്ട്. അത് നിങ്ങൾക്ക് സമയമുള്ള പോലെ എല്ലാം നോക്കാം. ഇപ്പം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകാം. അതാണ് ഇപ്പം നമ്മൾ വരുന്നത്. കണ്ടില്ലല്ലേ പേര് വെച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പം താഴോട്ട് ആ ലിസ്റ്റ് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്പെസിഫിക് കോഡ് അടിച്ചു കൊടുക്കുക. ഇപ്പം കോഡ് നമ്മളിവിടെ നോക്കുന്നത് കേരള 6146 ആണ്. അത് ജസ്റ്റ് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് അതിൻ്റെ ഒരു ലിങ്കാണ്. അപ്പം 6146 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനാണ് പല ക്വസ്റ്റ്യൻസും നമുക്ക് വരുന്നത്. സീനിയർ കെയർ വർക്ക്. അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ് അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. സീനിയർ കെയർ വർക്ക്, റുട്ടീൻലി വർക്ക് ഓവർസീസ്, മോണിറ്റർ കെയർ വർക്കേഴ്സ്. താഴെ എൻട്രി ഓഫ് റിക്വയർമെൻറ്റ് ഓഫ് ദ ജോബ് ചെറിയൊരു ഇൻഫർമേഷൻ ഉണ്ട്. ടേക്സ് ടാസ്ക് റിക്വയർഡ് ബൈ ദിസ് ജോബ് ഇൻക്ലൂഡ്സ്, ഇതിലെല്ലാം കുറച്ച് കാര്യങ്ങളുണ്ട്. റുട്ടീൻലി ഓവർസീസ് കെയർ വർക്കർ ഇൻ ദ കെയർ ഹോംസ്, ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഷിഫ്റ്റ് ആൻഡ് ഫോർ ദ സർവീസ് വൈൽ ഓൺ ഡ്യൂട്ടി. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഫർമേഷനാണ്, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരു ഇൻഫർമേഷനാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പം കോഡ് അറിയത്തില്ലെങ്കിൽ ഒരു ജോബിൻ്റെ കെയർ വെച്ച് സെർച്ച് ചെയ്താൽ, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യണം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും അഥവാ നിങ്ങൾക്ക് ഇനി കോഡ് അറിയത്തില്ല, നിങ്ങൾക്ക് പേരേ അറിയത്തുള്ളൂ ജോബിൻ്റെ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിങ്ക് വെച്ച് ജോബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സീനിയർ കെയറർ എന്ന് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ അത് സെയിം സാധനം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതാണ് അതിൻ്റെ വേറൊരു വേർഷൻ, അല്ലെ വേറൊരു രീതിയിൽ നമുക്കത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് എന്നോട് എപ്പോഴും ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ എലിജിബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം നോളജ് ഓഫ് ഇംഗ്ലീഷ് ആണ് നെക്സ്റ്റ് ഹോട്ട് ക്വസ്റ്റ്യൻ. IELTS വേണോ OET വേണോ വേണ്ടയോ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഒരു നോളജ് ഓഫ് ഇംഗ്ലീഷ് ഇവർ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല അവരെന്താ ഉദ്ദേശിക്കുന്നത് ചിലർക്ക്. അപ്പോൾ അത് ഒന്ന് ഇവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലെവൽ ഓഫ് ഇംഗ്ലീഷ്, അപ്പോൾ ഇവർ പറയുന്നുണ്ട് യു ആർ യൂഷ്വലി നീഡ് ടു പ്രൊവൈഡ് യുവർ നോളജ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വെൻ യു അപ്ലൈ അൺലെസ് യു ഡിഡ് ദിസ് ഇൻ എ പ്രീവിയസ് സക്സസ്ഫുൾ വിസ ആപ്ലിക്കേഷൻസ്. അപ്പം ശരിക്കും ഇവിടെ ഒരു ബേസിക് ഇംഗ്ലീഷാണ് അവർ ഉദ്ദേശിക്കുന്നത്. യു ഷുഡ് ബി ഏബിൾ ടു സ്പീക്ക്, അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്, ടോക്ക്, ലിസൺ, ഓൾ ദീസ് തിങ്സ്. ആക്ച്വലി ബേസിക് ആയിട്ട് ആ 4 മൊഡ്യൂൾ IELTSലുള്ള തന്നെ. അപ്പോൾ അതിന് OETയോ IELTSോ അങ്ങനെയൊന്നും പറയുന്നില്ല ഇവിടെ. OET എനിക്ക് തോന്നുന്നത് ഒരു ഹയർ ക്വാളിഫിക്കേഷനാണ്, അത് നേഴ്സസിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ബേസിക് ഇംഗ്ലീഷ് ഒരു 4.5 ഗ്രേഡ് മതിയായിരിക്കും. അത് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്തോടെ ചോദിക്കാം. ഞാൻ കോൺടാക്ട് ചെയ്യാൻ ഇമെയിൽ അയച്ചിട്ടുണ്ട്, എനിക്കിതൊരു റിപ്ലൈ വന്നിട്ടില്ല, ഞാൻ വെയിറ്റിംഗ് ഫോർ ദ റിപ്ലൈ. അപ്പം പാസിംഗ് സെക്യൂർ ഇംഗ്ലീഷ് ലാംഗ്വേജ് SCLT ഇതാണ് ഇവർ പറയുന്നത്. അപ്രൂവ്ഡ് പ്രൊവൈഡർ അല്ലെ GCSE, അതർവൈസ് A ലെവൽ, അപ്പം അല്ലെങ്കിൽ സ്കോട്ടിഷ് നാഷണൽ ക്വാളിഫിക്കേഷൻ ലെവൽ 4 and 5. സ്കോട്ട്ലൻഡിലെ ഒരു ക്വാളിഫിക്കേഷനാണ്. ബാക്കി ഹയർ ഓർ അഡ്വാൻസ് ഹയർ ഇൻ ഇംഗ്ലീഷ്, അത് കുറേ ക്വാളിഫിക്കേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ഇവരിവിടെ പറയുന്നത്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നല്ലൊരു ഇൻഫർമേഷനാണ്. ഹാവിങ് എ ഡിഗ്രി ലെവൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ദാറ്റ് വാസ് ടോട്ട് ഇൻ ഇംഗ്ലീഷ് ഇഫ് യു സ്റ്റഡീഡ് അബ്രോഡ് യു വിൽ നീഡ് ടു അപ്ലൈ ആൻഡ് കൺഫേം ത്രൂ UK NARIC. അപ്പം ഡിഗ്രി ലെവലിലുള്ളൊരു ക്വാളിഫിക്കേഷൻ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ സ്റ്റഡി ചെയ്തെങ്കിൽ അത് മതി എന്ന് അവർ പറയുന്നുണ്ട്. ബട്ട് അഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ എംപ്ലോയർ. ഇഫ് ദേ ആർ ഹാപ്പി വിത്ത് ദാറ്റ്, ഈ ഷുഡ് ബി ഹാപ്പി. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കെയർ വിസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഒരു BSc നേഴ്സ് MSc നേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർ ഓവർ ക്വാളിഫൈഡ് ആണ്. ബട്ട് ദെൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ സർക്കംസ്റ്റാൻസസ്. ഐ സൈഡ് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പം നമുക്ക് അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മളത് UKയിലെ ക്വാളിഫിക്കേഷനുമായിട്ട് നമ്മൾ ഈക്വാവാലൻ്റ് ആക്കണം. അതിന് നമുക്കിവിടെ ഓൺലൈൻ അപ്ലൈ ചെയ്യാം. അപ്ലൈ ഫോർ കൺഫർമേഷൻ ത്രൂ UK NARIC. അപ്പോൾ അത് ഇതിൻ്റെ ഒരു വെബ്സൈറ്റാണ് NARIC. ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ ഇത് NARICൻ്റെ ത്രൂ ഏജൻസി ചെയ്തു തന്നായിരുന്നു. അപ്പം അത് ആണ് ഒരു അടുത്ത ഇൻഫർമേഷൻ ഇവിടെ ഷെയർ ചെയ്യാനുള്ള. നെക്സ്റ്റ് നമുക്ക് പോകാം, ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാം, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ്. അപ്പോൾ കോസ്റ്റാണ് നമുക്ക് അടുത്തൊരു പ്രശ്നം. പല റേറ്റ്സ് ആണ് പറയുന്നത് പലരും. അപ്പോൾ യു ക്യാൻ സ്റ്റിൽ റീഡ് ഓർ യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് സെർച്ച് ഇറ്റ്. വെൻ യു അപ്ലൈ ഫോർ ഹെൽത്ത് ആൻഡ് കെയർ വിസ യു വിൽ നീഡ് ടു ഹാവ് ഇനഫ് മണി ടു പേ ദ ആപ്ലിക്കേഷൻ ഫീ. അത് അവർ പറഞ്ഞിട്ടില്ല.
സപ്പോർട്ട് യുവർ സെൽഫ്, അതവർ പറയുക എന്താണ് പറയാം, സപ്പോർട്ട് യുവർ സെൽഫ് വെൻ യു അറൈവ് ഇൻ UK. അപ്പം ഇത് ശരിക്കും ഒരു 1270 പോണ്ട് അവൈലബിൾ ആയിരിക്കണം അൺലെസ് യു ആർ എക്സംപ്റ്റഡ്. അത്രയും ഒരു പൈസ നമ്മുടെ അക്കൗണ്ടിൽ വേണം നമ്മളെ മാനേജ് ചെയ്യാൻ. പക്ഷെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ ആ പൈസ കാണിക്കേണ്ട ആവശ്യം ഇല്ല. അതാണ് വേറെ സംഭവം. ആപ്ലിക്കേഷൻ ഫീ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ ഫീ ഡിപ്പെൻസ് up to 3 years 232 pounds per person, more than 3 years 464 per person. അപ്പം 3 വർഷത്തെ വിസയും 5 വർഷത്തെ വിസയും കൊടുക്കുന്നുണ്ട്. ഡിപ്പെൻഡ് ഓൺ എംപ്ലോയർ ആൻഡ് യുവർ സർക്കംസ്റ്റാൻസസ്. ഇറ്റ് ഡിപ്പെൻസ്, ലോട്ട് ഓഫ് തിങ്സ് ആർ ദെയർ. ബട്ട് ദെൻ ഇതാണ് 2 വർഷത്തെ ഉണ്ടെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. പിന്നെ ഈ കുറേ കൺട്രീസിൽ ആണെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. മണി ടു സപ്പോർട്ട് യുവർ സെൽഫ്. അപ്പം ഇവിടെ പറയുന്നുണ്ട് 1270 പൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. മണി ടു സപ്പോർട്ട് യുവർ സെൽഫ് അറ്റ്ലീസ്റ്റ് 20 days in a row. അതിന് നമ്മൾ പ്രൂഫ് കാണിക്കണം. അപ്പം ബാക്കിയുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. നെക്സ്റ്റ്, ഡോക്യുമെൻറ്റ്സ് യു നീഡ്. അപ്പോൾ വെൻ യു അപ്ലൈ യു വിൽ നീഡ് ടു പ്രൊവൈഡ് യുവർ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് റെഫറൻസ് നമ്പർ. അപ്പോൾ അത് നമുക്ക് വേണം. പ്രൂഫ് ഓഫ് നോളജ്, അത് ഇംഗ്ലീഷിൻ്റെ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ വീണ്ടും ആ പഴയ ഡീറ്റെയിലേക്കാണ് നമ്മളെ കാണിക്കുന്നത്. പിന്നെ വാലിഡ് പാസ്പോർട്ട്, അതാണ് നമുക്ക് വേണ്ടിയ. ജോബ് ടൈറ്റിൽ ആൻഡ് ആനുവൽ സാലറി, അത് നിങ്ങളുടെ എംപ്ലോയറുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ അത് വേണം. യുവർ ജോബ് ഒക്യുപ്പേഷൻ കോഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്. ദ നെയിം ഓഫ് യുവർ എംപ്ലോയർ ആൻഡ് ദർ സ്പോൺസർ ലൈസൻസ് നമ്പർ. ദിസ് വിൽ ബി ഓൺ യുവർ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്. അപ്പോൾ നമുക്ക് ആ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഓൾറെഡി നമുക്ക് ആ കോഡ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ള, ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാനുണ്ട്. നമുക്ക് വിസ അപ്ലൈ ചെയ്യുമ്പം ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് യൂസ്ഫുൾ ആണ്. യുവർ സർട്ടിഫിക്കേഷൻ ഓഫ് സ്പോൺസർഷിപ്പ് വിൽ നീഡ് ടു ബി അപ്ഡേറ്റഡ് ബിക്കോസ് ഇറ്റ് വിൽ ബി 1st of December മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ ഇതിന് പറഞ്ഞിരുന്നത് Tier 2 ജേർണൽ വർക്ക് വിസ എന്നാണ്. പക്ഷേ ഇപ്പോൾ അത് മാറ്റിയിട്ട് റീപ്ലേസ്ഡ് ബൈ സ്കിൽഡ് വർക്ക്. ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ. ഇതെല്ലാം നമുക്ക് നോക്കാം. അതർ ഡോക്യുമെൻറ്റ്സ് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. സേവിങ് സപ്പോർട്ട് ചെയ്യാനുള്ളത് കാണിക്കണം. ട്യൂബർക്ലോസിസ് ടെസ്റ്റ് ഉണ്ട്. നാറിക്കിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങൾ ഇത് വേറെ ക്വാളിഫിക്കേഷൻ ഇവിടെ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ വെബ്സൈറ്റിൽ കണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എലിജിബിലിറ്റി പറഞ്ഞ് നമുക്ക് IELTS OET വേണം. OET അങ്ങനെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടില്ല, അതിന് പ്രോപ്പർ ഒരു ഗൈഡൻസ് ഇല്ല. പക്ഷേ അവർ പറയുന്ന ഒരു ബേസിക് ലെവലുള്ള ഇംഗ്ലീഷ് മതി. അപ്പോൾ ഒരു IELTS 4.5 ബാൻഡ് മതിയാവും എന്നാണ് എൻ്റെ ഒരു അത്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ജനറലി പറയുന്നത് ഇവിടെ UK-യിലുള്ള പിള്ളേർ ഒക്കെ വന്ന് ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന NVQ3, അത് ഏതാണ്ട് NVQ3 ലെവൽ എന്ന് പറയുമ്പം നാഷണൽ വൊക്കേഷണൽ സർവീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ, വിച്ച് ഈസ് ലെവൽ 3 ആണ് ഇവിടെ ശരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഒരു ശരിക്കും നമ്മുടെ നാട്ടിലൊരു ഇൻ്റർമീഡിയറ്റ് ലെവലാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ലെവൽ 6 എന്ന് പറയുമ്പം അത് ഗ്രാജുവേഷൻ ലെവലാണ്, ലെവൽ 7 എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവൽ. അപ്പം ലെവൽ 3 അവർക്ക് മതി എന്ന് ചോദിക്കുമ്പം നമുക്കൊരു ഊഹം വെച്ച് നമുക്കത് മനസ്സിലാവും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. സാലറി പറഞ്ഞ പോലെ മിനിമം സാലറി നിങ്ങൾക്ക് കിട്ടിയിരിക്കണം, മസ്റ്റ് ആയിരിക്കണം. സോ ദാറ്റ്സ് ദ വൺ റൂൾ. ആൻഡ് ഗോ അപ്പ് ടു something. So I mean there is no yes or no answers. Things depends, changes according to your employer where you get the job. That depends how you negotiate, how much qualification you have, how much experience you have. These all things depends on that. Then comes the what all things you need here. You can work here. So that's the another question. അപ്പം എത്ര മണിക്കൂർ നമുക്കിവിടെ ജോബ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യുവർ കോൺട്രാക്ട് ആൻഡ് വർക്കിംഗ് അവേഴ്സ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ താഴെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാം വായിക്കാം. കോൺട്രാക്റ്റും കാര്യങ്ങളും ഒക്കെയുള്ള സമയം പോലെ നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ മാക്സിമം വീക്ക്ലി അവേഴ്സ് അതാണ്. പിന്നെ നൈറ്റ് വർക്കിംഗ് അവർ. അപ്പോൾ മാക്സിമം എന്താണ് ഓവർ ടൈം റൈറ്റ്സ്, ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പം അവിടെ വന്നു കഴിയുമ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ദെൻ ഇൻ എ നട്ട്ഷെൽ you can choose to work more than opted out. I mean you can't work more than 48 hours a week on average. So normally averaged over 17 weeks. So 1 week. So you can't work more than 48 hours. That's the legal requirement. But there is a clause. This law is sometimes called the working directive. That's about that. But then again, if your employer decides or gives you more hours, that should be fine. That depends on your employer. You can work more than that. But this law is here because they wanted you to take some rest also to make health and safety is properly done. Now we'll see how you check the list of sponsors. So in the search tab, if you just go, you can just type sponsor list. So
one. Okay, so this is register of licensed sponsor worker, list of organizations licensed to sponsors workers on the worker and temporary worker immigration routes. So this is the list, actually very important. So this is the register of licensed sponsor workers, and the main thing you have to see, it is from UK Visa and Immigration, published on 13 November, last updated, so it's 2013 they made, and then they keep updating it. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത 16th March 2021. അപ്പം ഞാൻ ഇന്ന് വീഡിയോ ഉണ്ടാക്കുന്നത് 16th മാർച്ചിലാണ്. അപ്പോൾ ഇത് ഇന്ന് അപ്ഡേറ്റ് ആയി. അപ്പം അതാണ് അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, read.com. അത് UK ഇവിടെ ജോബ് സെർച്ച് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. സോ ദിസ് ഇസ് ദ വെബ്സൈറ്റ് ടു സെർച്ച് യുവർ ജോബ്. സോ യു ക്യാൻ ജസ്റ്റ് type, already searched here before, senior carer job. If you just put that, you will get the list of jobs published here. So you will get a name of people, organization here. So I'm not gonna suggest anyone employer or സ്വന്തമായിട്ട് വിസ അപ്ലൈ ചെയ്യാം. അത് നമുക്ക് ഓൺലൈൻ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങൾ ആ ഗൈഡ് ലൈൻസ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പം നമ്മൾ വീണ്ടും വിസ ആൻഡ് അപ്ലിക്കേഷൻസിനകത്ത് പോകുന്നു. വർക്ക് വിസ, ഹെൽത്ത് ആൻഡ് കെയർ വിസ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ഫ്രം ഔട്ട്സൈഡ് UK. Easy. Apply from outside the UK. You must apply. Documents you need, your partner or children will need to apply it separately, so you can't everything apply here, so it's separate. You're only providing these documents. So yes, all the information you can read, your permits, your ID checks, and there is a tab apply now and continue application. How long it takes to get decision, which is important, again people will ask. So here it is. Once you apply, so this generally say decision will be made in 3 weeks. You will be contacted. All those details are there. So before you apply, please check documents you need. So if you just click quickly, you will see documents you need. Knowledge of English. I'm just rushing. You can read it. Certificate of sponsorship number you need. All those details are here. And then it says about visa category is important. I will just note this because before 1st December if applied is assigned to you before, is like called Tier 2 general work visa and was replaced by the skilled worker visa. So നമ്മളിപ്പോൾ ഇതാണ് skilled worker visa റൺ ചെയ്യാൻ പോകുന്നത്. പിന്നെ other documents you might need, tuberculosis test, NARIC certificate, your partner original, personal savings, ക്രിമിനൽ റെക്കോർഡ്, ഇതെല്ലാം ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. നമുക്കിപ്പം നേരെ അപ്ലൈ ചെയ്യുന്നതിലേക്ക് പോകാം. അപ്ലൈ നൗ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി വിസ അപ്ലൈ ചെയ്യാൻ. ഇത് ചോദിക്കുന്നത് നമ്മൾ യുണൈറ്റഡ് കിങ്ഡമിൽ താമസിക്കാൻ വരുവാന്ന്. വി സേ യെസ്. ടൈപ്പ് ഓഫ് വിസ, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്. Tier 2 visa, skilled visa. So anyway it says sports person, so it's quite easy to know. It's not the big deal. So skilled worker visa, Tier 2 visa, sports person. So we are not applying for sports person. അത് ക്ലിയർ ആണ്. Tier 2 Ministry of Religion visa, നമ്മൾ അതല്ല. അപ്പോൾ നമ്മുടെ സ്കിൽഡ് വിസയാണ്. ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് ചെയ്യുക, എൻ്റർ ദ കൺട്രി വിച്ച് യു അപ്ലൈ. India, you say next, and then again biometric. Have you checked? I have checked availability, so you check and do that before you do, and then you can say, if you say enable, then the option is there, then you say yes, you check biometric card, skilled worker visa. They again tell all this detail, how to, and then all the information are there, and then you say apply now. So it's asking to register your email address and then apply. So I will just take you till here. Remaining, if you just go through, you can should be able to apply. സോ അപ്പോൾ ഈ ഒരു ഡെമോയിലും വീഡിയോയിലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുറേ ക്വസ്റ്റ്യൻസ് സിസ്റ്റമാറ്റിക്കലി ഇതിൽ ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കി. യുകെയുടെ വെബ്സൈറ്റിൽ gov.uk വെബ്സൈറ്റിൽ പോയിട്ട് നേരിട്ട് ചെയ്യാൻ നോക്കി. അപ്പോൾ നമുക്ക് കുറഞ്ഞ IELTS സ്കോറും
കുറഞ്ഞ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ഇവരവിടെ പറയുന്നത്. അപ്പോൾ നേഴ്സുമാർക്കും ആസ് എ കെയറർ, സീനിയർ കെയറർ വർക്കറായിട്ട് നമുക്കിവിടെ വരാൻ പറ്റും. അതിനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. നിങ്ങൾ എലിജിബിൾ ആണ്. അപ്പോൾ ഇതിന് PR കിട്ടും. അത് ആ കാര്യങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ യു വിൽ ഗെറ്റ് PR. അപ്പോൾ ബെനിഫിറ്റും ഇതിൻ്റെ ഡ്രോബാക്സ് എല്ലാം ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇട്ടേക്കാം. അതൊന്ന് കണ്ട് നിങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഡിസൈഡ് ചെയ്യുക. അപ്പം നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം? ഏജൻസിൻ്റെ ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. വേണമെങ്കിൽ എടുക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ത് വേണം? IELTS OET വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. എത്ര ചിലവ് വരും? എക്സ്പെൻസ് ഓഫ് വീസ നമ്മൾ വന്ന് ഓവറോൾ ചിലവ് എത്രയാണ്? ദാറ്റ് ഓൾസോ ഡിപ്പെൻസ്. ബട്ട് ദെൻ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് എത്ര രൂപയുടെ ചിലവ് വരും എന്ന് നമ്മൾ നോക്കി. പിന്നെ ലിസ്റ്റ് ഓഫ് എംപ്ലോയേഴ്സ് നമുക്ക് എങ്ങനെ എടുക്കാം? അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റ് ഓഫ് എംപ്ലോയേഴ്സ് അവരാണ് നമുക്ക് സ്പോൺസർ ചെയ്യുന്നത്. അത് ഗവൺമെൻറ് ഓഫ് UK രജിസ്റ്റേർഡ് എംപ്ലോയേഴ്സ് ആണ്. അവർ A ഗ്രേഡഡ് എംപ്ലോയേഴ്സ്. അതിനകത്ത് ഗ്രേഡ് എഴുതിയിട്ടുണ്ട്. ആ ലിസ്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ അതവിടെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കി നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് എത്ര ആണെന്ന്. അപ്പം 48 hours ആണ് അവർ പറയുന്നത്. ബട്ട് ദെൻ അഗെയിൻ ഇഫ് യുവർ എംപ്ലോയർ ഈസ് ഹാപ്പി യു ക്യാൻ വർക്ക് ലിറ്റിൽ ബിറ്റ് മോർ. 20 hours പ്ലസ് യു ഷുഡ് ബി ഏബിൾ ടു വർക്ക് ഔട്ട്സൈഡ് യുവർ കോൺട്രാക്റ്റഡ് അവേഴ്സ്. അങ്ങനെയാണ് നോർമലി ഇവിടെ റൂൾ വരുന്നത്. അപ്പോൾ 48 + 20 you can work actually if your employer is happy, but you can't work outside. I mean, you can work outside, but then they don't allow generally. So that's the one thing. അപ്പോൾ അത് എത്ര മണിക്കൂർ വർക്ക് ചെയ്യാം, പിന്നെ എങ്ങനെ ജോബ് കണ്ടുപിടിക്കാം, ഓൺലൈൻ പോർട്ടലിൽ പോയി നമുക്ക് ജോബ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഈ വിസ അപ്ലൈ ഇവിടെ വരാനുള്ള പ്രോസസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓവറോൾ പറഞ്ഞാൽ തിരിച്ചാണ്. ശരിക്കും ആദ്യം നമ്മൾ ജോബ് കണ്ടുപിടിക്കണം. തിരിച്ചല്ല, അതാണ് അതിൻ്റെ സ്റ്റെപ്പ്. ആദ്യം നമ്മൾ ജോബ് കണ്ടുപിടിക്കുക, അവരെ കോൺടാക്ട് ചെയ്യുക, ഇൻ്റർവ്യൂസ് CVസും കാര്യങ്ങളും ഗോ ത്രൂ ദാറ്റ് പ്രോസസ്. If they are happy, they will give you a contract, certificate of sponsorship you have in hand. Then you go to the application of visa. There are documents, your passports and all the details you have to do. So you can go through that whole process. So that's quite easy. It just everything is on the വെബ്സൈറ്റ്, യു ക്യാൻ ജസ്റ്റ് ഫോളോ. അപ്പോൾ ഇവിടെ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വിസ വന്നതുകൊണ്ട് ഇവിടെ സ്റ്റുഡൻസിനെ ഒരുപാട് ഹോമുകൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞു. എനിക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ അറിയത്തില്ല ഏതൊക്കെ ഹോംസാണ്. അപ്പം കാരണം ഓൾറെഡി സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുന്ന ഇവിടെ ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കുന്നുണ്ട് പല ഹോംസ് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സർട്ടിഫിക്കറ്റ്, കോഴ്സ് കംപ്ലീറ്റേഷൻ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ അവർ ഓൾറെഡി UK അപ്പോൾ അവർക്ക് ഒരുപാട് പ്രയോറിറ്റി അവിടെ കൊടുക്കുന്നുണ്ട് പല ഹോമുകളും. പിന്നെ ഇതിൽ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു ആസ് ഫ്രം ദ എംപ്ലോയർ സൈഡ് നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് CVs അവർ വരുന്നു, അവരവിടെ നോക്കുന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷനുള്ള ആൾക്കാർക്ക് അവർ ജോബ് കൊടുക്കും. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പം ശരിക്കും നിങ്ങൾ ടീം ലീഡറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില മെഡിസിൻ ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പം ദേ ലൈക്ക് ഇഫ് ദ നഴ്സസ് CV വരുവാണെങ്കിൽ ഒരു നഴ്സസിൻ്റെ CV ഒരു നഴ്സിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളും അല്ലാത്ത ഒരാളും കൂടെ അയക്കുമ്പോഴത്തേക്കിന് അവർ നോക്കുമ്പോഴത്തേക്കിന് അവർക്ക് സെയിം പ്രൈസിൽ ഒരു നഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ ദേ ക്യാൻ make them to give medication. ആ ആൾക്ക് മെഡിസിനെ പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫ്രം ദെയർ പോയിന്റ് ഓഫ് വ്യൂ അത് കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സും ഫിൽറ്ററിങ് നടക്കുന്നുണ്ട്. അതാണ് ഇൻ ദ റിയൽ വേൾഡ്, ഇൻ ദ പ്രാക്ടിക്കാലിറ്റി നടക്കുന്ന ഒരു കാര്യം. അതൊന്ന് ഇവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ ലൈസൻസിൻ്റെ ഒരു കാര്യം ഞാൻ നേരത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയായിരുന്നു. ലൈസൻസ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് 60 days, 60 ദിവസം വരെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. അതിനുള്ളിൽ പുതിയൊരു എംപ്ലോയറിനെ കണ്ടുപിടിക്കാം. എംപ്ലോയറിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ യു ഹാവ് ടു ഗോ ബാക്ക്. അതാണ് പ്രോസസ്സ്. അത് ബെനിഫിറ്റ്സിനകത്തും ഡിസഡ്വാൻറ്റേജിനകത്ത് ഞാൻ ആ വീഡിയോ പറയാൻ എനിക്ക് വിട്ടുപോയെന്ന് തോന്നുന്നു. ഇപ്പം ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള വേറെ കുറേ പുതിയ വീഡിയോസും കൂടുതൽ ഇൻഫർമേഷൻസിനും വേണ്ടി വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ലാസ്റ്റിൽ ഒന്നേ ഉള്ളൂ. ജസ്റ്റ് യൂട്യൂബ് വീഡിയോസ് കണ്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യല് നിങ്ങൾക്ക് ഇവിടെ വരണോ വേണ്ടയോ എന്ന്. അപ്പം ഫസ്റ്റ് മേക്ക് യുവർ മൈൻഡ്, ഗോ ത്രൂ ഓൾ ദ ഇൻഫർമേഷൻ, സീ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ്, വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ്, ആൻഡ് ദെൻ ഇഫ് യു തിങ്ക് യു ആർ ready for the visa, just go through the process. All these I read. Go through the website. അതിൽ പോയിട്ട് നല്ലൊരു എംപ്ലോയറിനെ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഏജൻസിനെ വേണമെങ്കിൽ എടുക്കാം. അതിൽ നല്ലൊരു ഏജൻസി ആയിരിക്കണം. ആ ഏജൻസിനെ എങ്ങനെ സെർച്ച് ചെയ്യണമെന്ന് അതും വെബ്സൈറ്റിലുണ്ട്. നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം എംപ്ലോയർ കറക്റ്റ് ആണോന്ന്, അല്ല ഏജൻസി കറക്റ്റ് ആണോന്ന്. അത് കഴിഞ്ഞ് നിങ്ങൾ A ഗ്രേഡ് ഉള്ള ഒരു എംപ്ലോയറിനെ കണ്ടുപിടിച്ച് അവരെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് അവർ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് COS നിങ്ങൾക്ക് തരുവാണെങ്കിൽ, അവർ നിങ്ങളെ ജോബിന് എടുക്കുവാണെങ്കിൽ you can definitely apply for visa and you can come. So it's just that it is. I mean, but sometimes the process feels for some people is hectic, for some people is fine. But ചിലർക്ക് അത് ഭയങ്കര കാര്യമായിട്ട് നടക്കും. അപ്പം ഡിപ്പെൻസ് ഓൺ അഗൈൻ as I said is your situation. So അങ്ങനെ ഒരു ഏജൻറ്റ് ഇല്ലാതെയും OET IELTS ലെസ് സ്കോർ ആയിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും. അപ്പം അത്
ഒരു കറക്റ്റ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സോഴ്സിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് ആ മെസ്സേജ് കൺവേ ചെയ്യാം എന്നാണ് ഞാനിവിടെ നോക്കിയത്. അപ്പം ഈ വെബ്സൈറ്റ് എല്ലാവർക്കും അറിയാം, എല്ലാവരും ലിങ്ക് ഇടുന്നുണ്ട്. പക്ഷേ അതിനുള്ളിൽ പോയി എങ്ങനെ കാര്യങ്ങൾ സെർച്ച് ചെയ്യാം എന്നുള്ളൊരു ബുദ്ധിമുട്ട് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ നോക്കാത്ത. അപ്പം നിങ്ങൾ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സൈറ്റിൽ പോയി ഞാൻ കാണിക്കാത്ത ഇപ്പം പറയാത്ത കുറേ കാര്യങ്ങൾ അതിനകത്ത് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഫുൾ ഇൻഫർമേഷൻ അതിലുണ്ട്. നിങ്ങളൊരു അരമണിക്കൂർ 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഡൗട്ട്സ് ഒരുപാട് കാര്യങ്ങളവിടെ ക്ലിയർ ചെയ്യണം. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും എങ്ങനെ അവിടെ പോയി അല്ലെ നോക്കണം, അല്ലെ ബോറിംഗ് ആയിട്ട് തോന്നുമായിരിക്കും പലർക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഇവിടെ പോയി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺട്രാക്ട് അവേഴ്സും നിങ്ങളുടെ റൈറ്റ്സും ഒരുപാട് ഇൻഫർമേഷൻസ് സൈറ്റിലുണ്ട്. അത് ജസ്റ്റ് കുറച്ചൊരു ഹെഡിങ്സിൻ്റെ ഉണ്ടല്ലോ ഇട്ടുണ്ടോ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ ട്രൈ ചെയ്തതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് ടു ദ വെബ്സൈറ്റ്. ഇത് മൊത്തം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കാണിച്ചു തന്നു, ഒരു ഗൈഡ് ചെയ്ത് തന്നു ഇതെങ്ങനെ പോയി സെർച്ച് ചെയ്യാവുന്ന, സെർച്ച് ചെയ്യുന്ന മെത്തഡ് ഒന്ന് കാണിച്ചു തന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ താഴെ ഇട്ടേക്കാം. നിങ്ങൾക്ക് അവിടെ ഇമെയിൽ അയക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമൻറ്റ്സ് അയച്ച് ചോദിക്കാം. എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളും ഹെൽപ്പ് ഞാൻ ചെയ്തു തരാൻ റെഡിയാണ്. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.